ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിച്ചപ്പോൾ വടകര, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലങ്ങളിലായി 29 പേർ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് 15 പേരും വടകരയിൽ 14 പേരുമാണ് പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനമായ ഇന്നലെ വടകരയിൽ 10 പേരും കോഴിക്കോട് 7 പേരും നോമിനേഷൻ നൽകി. ഇതോടെ ഇരുമണ്ഡലങ്ങളിലുമായി 29 പേർ പത്രിക സമർപ്പിച്ചു. പതിവ് പോലെ ഇത്തവണയും പട്ടികയിൽ അപരന്മാരുടെ സാന്നിധ്യമുണ്ട്. കോഴിക്കോട് MK രാഘവനല്ലാത്ത 3 രാഘവന്മാർ മത്സരരംഗത്തുണ്ട്. എളമരം കരീം എന്ന പേരിനോട് സാമ്യം തോന്നുന്ന 3 കരീമുമാരും കോഴിക്കോട് പത്രിക നൽകി. വടകരയിൽ ഷാഫി പറമ്പലിന് പുറമെ 2 ഷാഫിമാരും KK ശൈലജയെ കൂടാതെ 3 ശൈലജമാരും മത്സരിക്കുന്നുണ്ട്. 2 മണ്ഡലങ്ങളിലും UDF ഒഴികെയുള്ള 2 മുന്നണികളും 1 വീതം ഡമ്മി സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ NDAയുടെ MT രമേശിന്റെ ഡമ്മി സ്ഥാനാർത്ഥി കോർപ്പറേഷൻ കൗൺസിലർ നവ്യ ഹരിദാസാണ്. LDFൽ എളമരം കരീമിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായി മുൻ MLA A പ്രദീപ് കുമാറും പത്രിക നൽകി. വടകരയിൽ NDAയുടെ ഡമ്മി സ്ഥാനാർത്ഥിയായി C സത്യപ്രകാശനും LDFനായി KK ലതികയും പത്രിക നൽകിയിട്ടുണ്ട്. 2 മണ്ഡലങ്ങളിലും BSPക്കും സ്ഥാനാർത്ഥികളുണ്ട്. ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇതോടെ ഇരു മണ്ഡലങ്ങളിലെയും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാകും. ജനം, കോഴിക്കോട്.